ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഈ സ്ഥാപനത്തിലേക്ക് ഡയറക്റ്റ് ഓൺലൈൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന അപേക്ഷിക്കുന്ന ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഡയറക്റ്റ് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വിവിധ പ്രൊജക്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് 8/5/2024 ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കും നല്ലൊരു അവസരം തന്നെയായിരിക്കും. പ്രൊജക്റ്റ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അതിലേക്ക് ഓരോ പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രൊജക്റ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ്. പ്രൊജക്റ്റ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്കെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക, ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ശമ്പളം ഏകദേശം 46,500 വരെ നിങ്ങൾക്ക് മാസ ശമ്പളവും ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് പ്രൊജക്റ്റ് അസോസിയേറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഹയർ ക്വാളിഫിക്കേഷൻ ആണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. പിന്നീട് പ്രൊജക്ട് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് പ്രൊജക്ട് സയന്റിഫിക് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം. ഏകദേശം 75,000 വരെ ശമ്പളമുണ്ട്. പിന്നെ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അതിലേക്ക് 37,700 വരെ ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാം. അതിലേക്ക് വേണ്ട ഫുൾ ടൈം ഗ്രാജുവേഷൻ വിത്ത് അഗ്രിഗേറ്റ് ഓഫ് 50% മാർക്കോട് കൂടിയിട്ടുള്ള ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത്. ഇതിലേക്ക് എല്ലാം അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മെയിലായിട്ട് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. ഏകദേശം 24/5/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിലേക്ക് അതിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനീസ് വിഭാഗത്തിലേക്ക് ഏതെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 20,000 രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം. ഇതിലേക്കെല്ലാം മിനിമം 18 വയസ്സാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട നിങ്ങളുടെ ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ ഏകദേശം 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.